രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. പണ്ടേ തന്നെ നമ്മുടെ പൂർവികന്മാര് അച്ഛന്റെ വാക്ക് പരിപാലിക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതാണല്ലോ അവരുടെ തപസ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പഴയ നമ്മുടെ കാരണവന്മാർ പിന്തുടർന്നു പോകുന്ന ധർമ്മ നിയമമാണ്. അല്ലയോ അമ്മേ, അതിനായിട്ട് അമ്മ എന്നെ അനുവദിക്കണം. പിന്നെ ഇനി കൗസല്യക്ക് എതിർത്ത് ഉടനെ ഒന്നും പറയാനില്ല. താൻ ചെയ്യേണ്ടതായ കർത്തവ്യം, ധർമ്മത്തിന്റെ ആ സൂക്ഷ്മമായിട്ടുള്ള തലം വളരെ സ്പഷ്ടമായിട്ട് മുൻ ഉദാഹരണങ്ങളിൽ കൂടെ രാമൻ കൗസല്യയെ കേൾപ്പിച്ചു. അതും അമ്മയുടെ അനുവാദം ചോദിച്ചുകൊണ്ട് അമ്മയെ കേൾപ്പിച്ചു. എന്നിട്ട് ഇനി ലക്ഷ്മണനെ സമ്മതിപ്പിക്കണമല്ലോ. ലക്ഷ്മണനോട് പറഞ്ഞു, തവ ലക്ഷ്മണ ജാനാമി മൈ സ്നേഹമനുത്തമം. അല്ലേ ലക്ഷ്മണ, നിന്റെ ഹൃദയത്തില് എന്നെ കുറിച്ച് എത്രമാത്രം സ്നേഹമുണ്ട് എന്ന് അല്ലേ ലക്ഷ്മണ, എനിക്ക് നന്നായിട്ട് അറിയാം. നീ ഇത്രയേറെ സംസാരിച്ചത് അച്ഛനെ ബന്ധിക്കണമെന്നൊക്കെ നീ ഇവിടെ നിന്ന് പറഞ്ഞല്ലോ. അതെല്ലാം എന്നോടുള്ള സ്നേഹത്തിന്റെ ആധിക്യത്താലാണ് എന്ന് അല്ലയോ ലക്ഷ്മണ ഞാൻ മനസ്സിലാക്കുന്നു. നീ പറഞ്ഞതിൽ ഒന്നിലും തെറ്റില്ല, നീ പറഞ്ഞതൊക്കെ ധർമ്മം തന്നെയാണ്. എങ്കിലും അല്ലയോ ലക്ഷ്മണ, ഇതൊക്കെ ചെയ്യാനുള്ള ശേഷി നിനക്കുണ്ട്, എനിക്കുമുണ്ട്. പക്ഷേ നാം ചെയ്യേണ്ടത് എന്താണ് എന്ന് നാം സൂക്ഷ്മമായി ചിന്തിക്കണം. പുത്രധർമ്മം എന്താണ് എന്ന് സൂക്ഷ്മമായി നാം ചിന്തിക്കണം. വിക്രമം ജൈവ സത്വം ച തേജശ്ച സുദുരാസതം. അല്ലയോ ലക്ഷ്മണ, നിന്റെ പരാക്രമം എനിക്കറിയാം, നിന്റെ ധൈര്യം എനിക്കറിയാം, നിന്റെ തേജസ് ശക്തി അതെനിക്ക് നന്നായിട്ടറിയാം. ഈ ലോകത്തിൽ ആർക്കും നിന്നെ ചോദ്യം ചെയ്യാൻ ശേഷിയില്ല, അതും എനിക്കറിയാം. ഈ ലോകം മുഴുവൻ നിനക്ക് പ്രതികൂലമായി വന്നാൽ പോലും ആ ലോകത്തെ ഒറ്റയ്ക്ക് നിന്ന് എതിർത്ത് തകർക്കാൻ നിനക്ക് ശേഷിയുണ്ട് എന്നെനിക്കറിയാം. എങ്കിലും അല്ലയോ ലക്ഷ്മണ, നീ ഇതൊന്ന് കേൾക്കണം. ധർമ്മോ ഹി പരമോ ലോകേ ധർമ്മേ സത്യം പ്രതിഷ്ഠിതം. ഏറ്റവും പവിത്രമായിട്ടുള്ളത്, ഏറ്റവും മഹനീയമായിട്ടുള്ളത്, ഏറ്റവും സമുന്നതമായിട്ടുള്ളത് ധർമ്മമാണ് എന്നറിഞ്ഞുകൊള്ളണം. ധർമ്മത്തിലാണ് സത്യം നിലനിൽക്കുന്നത് എന്നും അറിഞ്ഞുകൊള്ളണം. എന്താ സത്യം? 3 കാലത്തിലും മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണ് സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാത്മാവ്, പരബ്രഹ്മം, അതാണ് സത്യം. ധർമ്മമാണ് ഏറ്റവും മഹനീയം, ധർമ്മത്തിലാണ് സത്യം നിലനിൽക്കുന്നത്. ധർമ്മ സംശ്രിതമൊപ്പിയതത് പിതുർവചനമുത്തമം. അച്ഛന്റെ ഈ വാക്കുണ്ടല്ലോ, അത് സമ്പൂർണമായിട്ടും ധർമ്മത്തെ ആശ്രയിക്കുന്നതാണ്, ധർമ്മ്യമായിട്ടുള്ളതാണ്, അത് നിർവഹിക്കപ്പെടേണ്ടതാണ്, അത് ശ്രേഷ്ഠമാണ് എന്നറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് അതിനെ അനുസരിക്കേണ്ട ചുമതല പുത്രനുണ്ട് എന്ന് നീ മറന്നു കളയരുത്. സംശ്രുത്യജ പിതുർവാക്യം മാതുർവാ ബ്രാഹ്മണസ്യവ ന കർത്തവ്യം വൃഥാവീര ധർമ്മം ആശ്രിത്യ തിഷ്ഠത. ആരാണോ ധർമ്മത്തെ പരിപാലിച്ചുകൊണ്ട് ജീവിക്കുന്നത്, ധർമ്മമേ പ്രവർത്തിക്കൂ എന്നുള്ളതായ മഹനീയമായ ആദർശവും ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരാണോ ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്, അങ്ങനെയുള്ള ആളുകള് അമ്മയോട് പറഞ്ഞ വാക്കിനെ തള്ളിക്കളയാൻ പാടില്ല, പ്രവർത്തിപ്പിക്കാതിരിക്കാൻ പാടില്ല, അതിനെ മറന്നുകളയാൻ പാടില്ല. അതേപോലെ തന്നെ പിതാവിനോട് പറഞ്ഞതായ വാക്കിനെ തള്ളിക്കളയാൻ പാടില്ല.
അച്ഛന്റെ വാക്കിനെയും തള്ളിക്കളയാൻ പാടില്ല. അച്ഛൻ എന്താണോ പറഞ്ഞത് അതിനെ അനുസരിച്ചിരിക്കണം. അമ്മ എന്താണോ പറഞ്ഞത് അതിനെ അനുസരിച്ചിരിക്കണം. അതേപോലെ തന്നെ ഗുരുജനങ്ങൾ, നാം ആദരിക്കേണ്ടതായ വ്യക്തികൾ, അവരുടെ വാക്കിനെയും അനുസരിച്ചിരിക്കണം. അവരോട് ഞാൻ പ്രവർത്തിക്കാമെന്ന് ഏറ്റുപറഞ്ഞിട്ട് അതിനെ മറന്നു കളയുകയും പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് അധർമ്മമായി പോകും. അച്ഛന്റെ വാക്കിനെ ലംഘിച്ചാൽ, അമ്മയുടെ വാക്കിനെ ലംഘിച്ചാൽ, ഗുരുജനങ്ങളുടെ വാക്കിനെ ലംഘിച്ചാൽ അത് അധർമ്മമായി പോകും എന്ന് നീ അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് സോഹം ന സക്ഷ്യാമി പുന നിയോഗം അതിവർത്തിതും. അല്ലയോ ലക്ഷ്മണ, അച്ഛന്റെ ഈ നിയോഗം, ഈ കൽപ്പന, അതിനെ ലംഘിക്കാനായിട്ട് എനിക്ക് ശേഷിയില്ല. നീ അറിഞ്ഞുകൊള്ളുക, അത് എനിക്ക് അനുസരിച്ചേ പറ്റൂ. പിതുർ വചനാദ്വീര കൈകേയ്യാഹം പ്രചോദിത. അച്ഛൻ വാക്കുകൊണ്ട് പറഞ്ഞതാണ്. അച്ഛന്റെ ആ വാക്കിനെ എനിക്ക് ലംഘിക്കാനാവില്ല. കൈകേയി പ്രേരിപ്പിച്ചിട്ട് അച്ഛൻ പറഞ്ഞതാണ്. ആയിക്കൊള്ളട്ടെ, അതിനെ എനിക്ക് ലംഘിക്കാനാവില്ല. കൈകേയിയോട് അച്ഛൻ വാക്ക് പറഞ്ഞിട്ടുള്ളതാണ് 2 വരങ്ങൾ കൊടുക്കാമെന്ന്. അത് കൈകേയി ചോദിച്ചു. അതിൽ തെറ്റ് പറയാൻ പറ്റൂല. കൈകേയിക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കൊടുക്കും എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. കൈകേയി ചോദിച്ചു കഴിഞ്ഞപ്പോ അത് അച്ഛന് ദുഃഖകരമായി എന്നത് മാത്രമേ ഉള്ളൂ. ആ അവസരത്തില് അച്ഛന്റെ ആ വരങ്ങൾ നൽകാമെന്നുള്ളതായ ആ സത്യത്തെ നിലനിർത്തേണ്ടത് പുത്രധർമ്മമാണ്. അത് ഞാൻ നിർവഹിക്കും എന്ന് അച്ഛന്റെ മുന്നിൽ വെച്ച് അച്ഛനോട് പറഞ്ഞു. കൈകേയിയോടും പറഞ്ഞിട്ടുണ്ട്. കാരണം അതെന്റെ ധർമ്മമാണ്. അച്ഛൻ കള്ളം പറയുന്നവനാകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അമ്മയോടും പറഞ്ഞു, കൈകേയിയോടും പറഞ്ഞു, അച്ഛനോടും പറഞ്ഞു. അത് എനിക്ക് ലംഘിക്കാൻ പാടില്ല. 14 വർഷവും രാമൻ കാനനത്തിൽ വാർത്തയെ പറ്റൂ. അതുകൊണ്ട് അല്ലയോ ലക്ഷ്മണ, തദ്ദേതാം വിസൃജ അനാര്യാം ക്ഷത്രധർമാശ്രിതാം മതിം. നിന്റെ മനസ്സിലുള്ള ഈ ചിന്തകളുണ്ടല്ലോ, ഇത് ക്ഷത്രിയ ധർമ്മത്തെ അധിഷ്ഠിതമായുള്ളതാണ്. ക്ഷത്രിയന്മാർക്ക് അങ്ങനെ ചിന്തിക്കാം, ക്ഷത്രിയന്മാർക്ക് അങ്ങനെ പ്രവർത്തിക്കാം. കാരണം അധർമ്മത്തിനെതിരെ പോരാടാനുള്ളയാളാണ് ക്ഷത്രിയൻ. കിരീടം എനിക്ക് അവകാശപ്പെട്ടതാണ്, അത് ഇതാ തരാതെ അതിനെ വേറൊരാൾക്ക് കൊടുക്കാൻ തുടങ്ങുന്നു. കിരീടം തരില്ല എന്ന് പറയുന്നത് അത് അധർമ്മമാണ്. അതിനെ എതിർക്കാൻ ക്ഷത്രിയൻ അധികാരമുണ്ട്, ചുമതലയുമുണ്ട്. അതുകൊണ്ട് എതിർക്കാം, ബില്ലെടുക്കാം. അച്ഛനായാൽ പോലും കിരീടം തരില്ലെന്ന് പറയുന്നത് ബന്ധിക്കാം, അച്ഛനോട് യുദ്ധം ചെയ്യാം. ഇതൊക്കെ ക്ഷത്രിയ ധർമ്മം. അല്ലയോ ലക്ഷ്മണകുമാര, അത് പുത്രധർമ്മത്തോളം മഹനീയമല്ല എന്നറിഞ്ഞുകൊള്ളുക. അതുമായി തുലനം ചെയ്യുമ്പോൾ നാം ക്ഷത്രിയരാണ്, ക്ഷത്രിയധർമ്മം പരിപാലിക്കാനുള്ളവരാണ്. പക്ഷെ അതിനു മുമ്പേ നാം പുത്രന്മാരാണ്. നമ്മുടെ അച്ഛന്റെ വാക്കിനെ സത്യമാക്കേണ്ട ചുമതല നമുക്കുള്ളതാണ്. അത് മഹനീയമാണ്. ക്ഷത്രിയധർമ്മം അതുമായി താരതമ്യം ചെയ്യുമ്പോഴേക്കും അത്ര കണ്ട് മഹനീയമല്ല എന്നറിയാം. അതാണ് അനാര്യാം. നീ പറഞ്ഞ ഈ ക്ഷത്രിയധർമ്മം ഉണ്ടല്ലോ, അത് പുത്രധർമ്മത്തിന്റെ മുന്നില് അനാര്യമാണ്, താഴെക്കിടയിലുള്ളതാണ്. അങ്ങനെയുള്ളതായ ആ അഭിപ്രായത്തെ അല്ലയോ ലക്ഷ്മണ നീ ഉപേക്ഷിച്ചേക്കുക, അതിനെ നീ കൈവിട്ട് കളയുക. ധർമ്മം ആശ്രയ മാ തൈക്ഷ്ണയം. നീ ധർമ്മത്തെ ആശ്രയിക്കുക, ധർമ്മം പിന്തുടരുക, പുത്രധർമ്മത്തെ പിന്തുടരുക. തീക്ഷ്ണത, പ്രവൃത്തിയിലും ചിന്തയിലും തീക്ഷ്ണത അതൊരിക്കലും പാടില്ല. മദ്ബുദ്ധിരനുഗമ്യതാം. ഞാൻ എന്താണോ ചിന്തിക്കുന്നത്, പുത്രൻ എന്നുള്ള നിലയിൽ അച്ഛനോടും അമ്മയോടും ചെയ്യേണ്ടതായ കർത്തവ്യം, അതാണ് എന്റെ ബുദ്ധി, എന്റെ ചിന്തയുടെ മണ്ഡലം. അത് പുത്രധർമ്മമാണ്. അതിനെ നീ മനസ്സിലാക്കിയാലും നീ ഉൾക്കൊണ്ടാലും അതിനോളം വലിപ്പം നീ പറഞ്ഞ ക്ഷത്രധർമ്മത്തിനില്ല എന്ന് തിരിച്ചറിയും. അവിടെ സിംഹാസനം തൻ്റേത്, അതിനെ നേടിയെടുക്കുക എന്നുള്ളതായ ഒരു സങ്കല്പം കിടപ്പുണ്ട്.
ഇത് അച്ഛനെ സത്യപ്രതിജ്ഞനാക്കാൻ തൻ്റേതെല്ലാം വലിച്ചെറിയുക, ഉപേക്ഷിക്കുക എന്നുള്ള പവിത്രമായ സങ്കല്പം കിടപ്പുണ്ട്. രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ട്. അതുകൊണ്ട് നീ പവിത്രമായിരിക്കുന്ന ഈ സങ്കല്പത്തെ, എൻ്റെ ബുദ്ധിയെ നീ സ്വീകരിക്കുക, എൻ്റെ വാക്കുകളെ നീ സ്വീകരിക്കുക എന്ന് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് രാമൻ ലക്ഷ്മണനോട് പറയുന്നു. രാമന്റെ ലക്ഷ്മണോപദേശമാണ് ഇത്. അധ്യാത്മരാമായണത്തിൽ ഇതിന്റെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ മുഴുവൻ ആധ്യാത്മികമായ അർത്ഥമണ്ഡലങ്ങൾ ലക്ഷ്മണോപദേശത്തില്, ലക്ഷ്മണ സാന്ത്വനം എന്നുകൂടി പേരായ ലക്ഷ്മണോപദേശത്തിൽ നമുക്ക് കേൾക്കാം. ഇനി അല്പം കൂടിയുണ്ട്. ഈ ലക്ഷ്മണോപദേശത്തിൽ അടുത്ത 2 സർഗങ്ങളിലായിട്ട് വർണ്ണിക്കുന്നു. അത് കഴിഞ്ഞാൽ രാമൻ കൗസല്യയുടെ അനുവാദവുമായിട്ട് സീതയുടെ ഭവനത്തിലേക്ക് പോകുന്നുണ്ട്. അതായത് തൻ്റെ ഭവനത്തിലേക്ക് പോകുന്നുണ്ട്. സീതയോട് ഇക്കാര്യമെല്ലാം പറയണമല്ലോ, അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പോകുന്നുണ്ട്. അതെല്ലാം നമുക്ക് നാളെ ഒരുമിച്ച് കൂടിയിട്ട് ചർച്ച ചെയ്യാം. നാളെ 8:30 നമുക്ക് ഒരുമിച്ച് കൂടാം. എല്ലാ ബന്ധുജനങ്ങളോടും, എല്ലാ സുഹൃത്തുക്കളോടും, എല്ലാ അയൽവാസികളോടും, പരിചയക്കാരോടുമെല്ലാം വാൽമീകി രാമായണം നേരിട്ട് കാണാനും കേൾക്കാനുമുള്ളതായ ഈ അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ഓരോ വീഡിയോയും 30 ദിവസം ഫേസ്ബുക്കിൽ കിടക്കും. 30 ദിവസം കഴിയുമ്പോഴേക്കും ഇത് ഫേസ്ബുക്കിൽ നിന്നിട്ട് അത് മാറിപ്പോകും. അത് കഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ 17 മുതൽ ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകൾ യൂട്യൂബിൽ വരും. യൂട്യൂബിലുള്ള സത്യാനന്ദ സംസ്കൃതി എന്നുള്ള ആ ചാനലിനകത്ത് അത് 5 വർഷത്തിലേറെയായി തുടർച്ചയായിട്ട് ഒരു ദിവസവും മുടങ്ങാതെ വിവിധ വിഷയങ്ങൾ, ഇതുപോലുള്ള വിഷയങ്ങൾ അതിൽ വന്നുകൊണ്ടിരിക്കുന്നു. ആ സത്യാനന്ദ സംസ്കൃതി എന്നുള്ള ചാനലിനകത്ത് ഇത് വരും. അവിടെ നിന്നിട്ട് അത് എന്നും അവിടെ തന്നെ കിടക്കും, ഒരിക്കലും മാറിപ്പോവില്ല. അപ്പോൾ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, പവിത്രമായിരിക്കുന്ന ഈ മഹാകാവ്യം, ഈ ഇതിഹാസകാവ്യം നമുക്ക് പകർന്നു തന്ന വാൽമീകി മഹർഷിയുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപങ്കജങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു.